So last class we discussed conditional probability. Conditional probability concept എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. Then multiplication rule in probability അതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2-3 പ്രോബ്ലംസ് നോക്കാം. Probability that A will pass paper 1 is 0.3 and probability that he will pass paper 2 is 0.7. What is the probability that he will pass both the papers, assuming passing 2 papers as independent? Okay. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഒരാൾ എക്സാം പാസ്സാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞ ഒരാൾ 2 പേപ്പേഴ്സ് ഉണ്ട്. പേപ്പർ 1 പാസ്സാവാനുള്ള പ്രോബിലിറ്റി 0.3 ആണ്. പേപ്പർ 2 പാസ്സാവാനുള്ള പ്രോബിലിറ്റി 0.7 ആണ്. അപ്പോൾ 2 പേപ്പറും പാസ്സാവാനുള്ള സാധ്യത എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ പേപ്പർ 1 പാസ്സാവുന്നത് നമ്മൾ വേണമെങ്കിൽ എ എന്ന് എടുക്കാം. പേപ്പർ 2 പാസ്സാവുന്നത് ബി എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ദാറ്റ് ഹി വിൽ പാസ് ബോത്ത് ദ പേപ്പേഴ്സ് എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ നമ്മൾ അപ്പം ഇവിടെ പാസ് ബോത്ത് പേപ്പേഴ്സ് എന്നാണ്. അപ്പം ബോത്ത് എന്നുള്ള വേർഡ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ഏത് ഓപ്പറേഷനാണ്, 2 സെറ്റുകളിൽ തമ്മിലുള്ള ഓപ്പറേഷൻ എന്താണെന്ന് ഉണ്ടെങ്കിൽ ബോത്ത് കണ്ടാൽ ഇൻ്റർസെക്ഷനാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. റൈറ്റ്. ഇനി അറ്റ്ലീസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂണിയനാണ് ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ അങ്ങനെ പാസിങ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹി വിൽ പാസ് ബോത്ത് ദ പേപ്പേഴ്സ്. അപ്പോൾ 2 പേപ്പേഴ്സും പാസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പാസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വരേണ്ട കാര്യം ഇവിടെ ബോത്ത് എന്നുള്ളൊരു വീടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും 2 സെറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബോത്ത് സെറ്റ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ബോത്ത് എന്നുള്ളൊരു വീടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. ഓക്കെ, 2ലും ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മളത് കണക്ട് ചെയ്ത് പറയുന്നത്. നമ്മൾ സെറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. റൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് പേപ്പർ 1 പാസ്സാവാനും ബി എന്ന് പറയുന്നത് പേപ്പർ 2 പാസ്സാവാനുള്ള പ്രോബിലിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 2 സെറ്റുകളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2ഉം പാസ്സാവാനുള്ള സാധ്യത. അപ്പം നമ്മൾ എടുക്കേണ്ടതാണ് പ്രോബിലിറ്റി ഫോർ പാസിങ് 2 പേപ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. 2 പേപ്പറും പാസ് ചെയ്യുക എന്നുള്ളത് എ ഫസ്റ്റ് പേപ്പറും ബി സെക്കൻഡ് പേപ്പറും എടുത്തിട്ടുണ്ടെങ്കിൽ 2 പേപ്പറും പാസ്സാവുക എന്നുള്ളത് എങ്ങനെ കാണിക്കാം? എ ഇൻ്റർസെക്ഷൻ ബി. റൈറ്റ്. സോ അതിനുള്ള പ്രോബിലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ റൂള് പ്രകാരം എന്താണ്? അപ്പോൾ നമ്മൾ സാധാരണ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി സെറ്റിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. സാധാരണ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. അല്ലെങ്കിൽ തിരിച്ചും പഠിച്ചിട്ടുണ്ടായിരിക്കും. പി ഓഫ് എ യൂണിയൻ ബി ആണെങ്കിൽ തിരിച്ചും വരും. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളിവിടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതായിരുന്നു ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പ്രോബിലിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞ പേപ്പർ പാസ്സാവാനുള്ള സാധ്യത 0.3 ആണ്. അതുപോലെ പ്രോബിലിറ്റി ഓഫ് പാസിങ് ദ പേപ്പർ ബി അപ്പം 0.7 ആണ് തന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണെങ്കിൽ രണ്ടും പാസ്സാവാനുള്ള സാധ്യത അതാണ് എ ഇൻ്റർസെക്ഷൻ ബി. എന്ത് ചെയ്താൽ മതി? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇതാണ് നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. പ്രൊവൈഡഡ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമാണ്. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 0.3 ആണ്. പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.7 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0.21 ആയിരിക്കും. അപ്പോൾ രണ്ട് പേപ്പേഴ്സും പാസ്സാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.21 ആണ്. റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് the probability that A solve a problem in statistics is 2/5 and the probability that B solves it is 3/8. If they try independently, find the probability that both solve the problem, none solve the problem, at least one solve the problem. ഇതുപോലെ ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എ എന്ന് പറയുന്നൊരു വ്യക്തി probability that A solve the problem in statistics is 2/5 and the probability that B solves it is 3/8. If they try independently, find the probability that both solve the problem. രണ്ടുപേരും എയും ബിയും സോൾവ് ചെയ്യാനുള്ള സാധ്യത രണ്ടുപേരും പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചാൻസ് എത്രയാണ്? രണ്ടുപേരും സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത. പിന്നെ ആരെങ്കിലും ഒരാൾ അത് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ വ്യക്തിയാണെന്നുള്ളത്, അപ്പോൾ അയാൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അയാളുടെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി അത് തന്നെ എടുക്കാം. പി ഓഫ് എ ഈക്വൽ 2/5 എന്ന് എഴുതാം. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യതയാണ് 2/5. അങ്ങനെയാണെങ്കിൽ അയാൾ ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്തായിരിക്കും? ചെയ്യാതിരിക്കാനുള്ള സാധ്യത നമുക്കറിയാം, നമ്മളതിനെ എ കോംപ്ലിമെൻ്റ് എന്ന് വിളിക്കും. ഇതൊക്കെ നമ്മൾ സെറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. എ എന്ന് പറയുന്ന ആളുടെ ഒരു കാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ അയാൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ എ എന്ന് എടുക്കുകയാണെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ കോംപ്ലിമെൻ്റ് എന്നുള്ള ഓപ്പറേഷനാണ് എടുക്കേണ്ടത്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ പിന്നെ നമുക്ക് പ്രോബിലിറ്റി നമുക്കറിയാം, അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പം അയാൾ എ എന്ന് പറഞ്ഞ ആൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത 2/5 ആണെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്തായിരിക്കും? എ കോംപ്ലിമെൻ്റ് നമ്മൾ കൊടുക്കും. അത് നമുക്ക് എങ്ങനെ കിട്ടാം? ടോട്ടൽ 1 ആണ് പ്രോബിലിറ്റി. അപ്പോൾ ചെയ്യാനുള്ള സാധ്യത 2/5 ആണെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള സാധ്യത കിട്ടാൻ എന്തായിരുന്നു? 1 - 2/5 ഇതാണ്. 5 - 2 ദാറ്റ് ഈസ് 3/5. ഇതാണ് ചെയ്യാനുള്ള സാധ്യത, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത, സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത. റൈറ്റ്. അതുപോലെ അങ്ങനെയാണെങ്കിൽ പി ഓഫ് ബി നമുക്ക് ഈസി ആയിട്ട് കാണാം. 3/8. ബി എന്ന് പറഞ്ഞ ആൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധ്യത 3/8 ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ പ്രോബ്ലം ചെയ്യാതിരിക്കാനുള്ള സാധ്യത, അതായത് നമുക്ക് ബി കോംപ്ലിമെൻ്റ് എന്ന് വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? 3/8 ദാറ്റ് ഈസ് 8 - 3 5/8. റൈറ്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കിട്ടി. പിന്നെ പറഞ്ഞിട്ടുള്ള ഇഫ് ദേ ട്രൈ ഇൻഡിപെൻഡൻ്റ്ലി ഫൈൻഡ് ദ പ്രോബബിലിറ്റി. അപ്പോൾ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. വേറെ ഹെൽപ്പൊന്നുമില്ല, കോപ്പി അടിക്കുന്നൊന്നുമില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എ അയാളുടെ രീതിയിൽ ചെയ്യുന്നു, ബി അയാളുടെ രീതിയിൽ ചെയ്യുന്നു. റൈറ്റ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബോത്ത് സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞു ബോത്ത് എന്നുള്ളൊരു വേർഡ് കണ്ട് നമ്മൾ ആദ്യം അവിടെ എന്ത് ഓപ്പറേഷനാണ് ചിന്തിക്കേണ്ടത്? ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ്. റൈറ്റ്. ഇപ്പം ബോത്ത് സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എയും ബിയും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത എത്രയാണെന്നാണ്. എ സോൾവ് ചെയ്യാനുള്ള സാധ്യത 3/5 ആണ്, ബി സോൾവ് ചെയ്യാനുള്ള സാധ്യത 5/8. അപ്പോൾ ഇവർ രണ്ട് പേരും കൂടി പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത എത്രയാണെന്ന് വിളിക്കാം. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാം? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വിളിക്കാം. രണ്ടുപേരും കൂടി സോൾവ് ചെയ്യാൻ സാധ്യത. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്.
ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലിക്കേഷൻ റൂൾ പ്രകാരം എ ഇന്റർസെക്ഷൻ ബിയുടെ റിസൾട്ട് എന്തായിരിക്കും, പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി, റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, 2/5 ഇൻറ്റു 3/8, ആൻസർ 6/40. സോ ഇതാണ് രണ്ടും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് നൺ സോൾവ് പ്രോബ്ലം. നൺ സോൾവ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നൺ സോൾവ് ദി പ്രോബ്ലം. അതായത് എയും ചെയ്യുന്നില്ല ബിയും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അപ്പോൾ എ പ്രോബ്ലം നമുക്ക് വേണ്ടത് എ ഡസൻറ്റ് സോൾവ് ആൻഡ് ബി ഡസൻറ്റ് സോൾവ്, റൈറ്റ്. സോ എ ഡസൻ സോൾവ് ആൻഡ് ബി ഡസൻ സോൾവ്. അപ്പം എ സോൾവ് ചെയ്യുന്നത് നമ്മൾ എ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എ ഡസൻ സോൾവ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എ കോംപ്ലിമെൻ്റ് എടുക്കാം. അതുപോലെ ബി സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ബി എന്നുള്ള ഇവൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബി സോൾവ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ബി കോംപ്ലിമെൻ്റ് നൽകാം, റൈറ്റ്. ഇനി എ ഡസൻ സോൾവ് ആൻഡ് ബി ഡസൻ സോൾവ്. അപ്പോൾ ഇവിടെ എ ഡസൻ സോൾവ് ആൻഡ് ബി ഡസൻ സോൾവ്. അപ്പോൾ രണ്ടുപേരും ചെയ്യാതിരിക്കാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെയിം ബോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിൻ്റെ സെയിം മീനിങ് തന്നെയാണ്, നമ്മൾ ആൻഡ് രണ്ടിലും എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നമ്മൾ അഗൈൻ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്താ, ഇൻ്റർസെക്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, ഇൻ്റർസെക്ഷൻ, റൈറ്റ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്നുള്ളതാണ്, റൈറ്റ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്താണ്, ഇവിടെയും ബാധകമാണ്. സോ അങ്ങനെ വരുമ്പോൾ എന്താ, ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണ്. സോ കോംപ്ലിമെൻ്റ് വരുമ്പോഴും അങ്ങനെ തന്നെ എടുക്കാം, പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻ്റ്. ദാറ്റ് ഈസ് എ കോംപ്ലിമെൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്, 3/5 ആണ്, റൈറ്റ്. അതുപോലെ ബി കോംപ്ലിമെൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 5/8 ആണ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 3/8 ആണ്, റൈറ്റ്. 3/8 തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. മൂന്നാമത്തെ അതായത് അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം എന്നാണ്. അറ്റ്ലീസ്റ്റ് വൺ, ഏതെങ്കിലും ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത എത്രയായിരിക്കും എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞു പ്രോബിലിറ്റിയുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം, ഒരാളെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ വാല്യൂ 1 ആണ്. ഒരാളും പ്രോബ്ലം ചെയ്യാതിരിക്കാനുള്ള സാധ്യത 3/8 ആണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ പ്രോബ്ലം ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടലിൽ നിന്ന് ആരും പ്രോബ്ലം ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 1 മൈനസ് 3/8. സോ ആൻസർ എന്തായിരിക്കും, 8 മൈനസ് 3 5/8. ഓക്കെ, ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഓക്കെ,
നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം. 2 persons A and B attempt independently to solve a puzzle. The probability that A will solve is 3/5 and the probability that B will solve is 1/3. Find the probability that puzzle will be solved by at least one of them. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? 2 persons A and B attempt independently to solve a puzzle. The probability that ഒരു പസിൽ സോൾവ് ചെയ്യുന്നതാണ് സെയിം കൺസെപ്റ്റ്. എ എന്ന് പറയുന്ന ആൾ സോൾവ് ചെയ്യാനുള്ള സാധ്യത എന്താണ്? 3/5 ആണ്. ബി എന്ന ആൾ സോൾവ് ചെയ്യാനുള്ള സാധ്യത പസിലാണ് 1/3 ആണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് പസിൽ വിൽ ബി സോൾവ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്യാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ചെയ്ത അതേ സെയിം കൺസെപ്റ്റ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രോബിലിറ്റിയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ആരെങ്കിലും ഒരാൾ ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ടോട്ടൽ പ്രോബിലിറ്റിയിൽ നിന്ന് ആരും പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. റൈറ്റ്. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ സോൾവിങ് ദ പ്രോബ്ലം, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. 1 മൈനസ് എന്ത് ചെയ്താൽ മതി? രണ്ടുപേരും എയും ബിയും സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത മൈനസ് ചെയ്താൽ മതി. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് എന്ന് വേണമെങ്കിൽ എഴുതാം. ദാറ്റ് മീൻസ് 1 മൈനസ് നൺ സോൾവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? A doesn't solve and B doesn't solve. എയും സോൾവ് ചെയ്യുന്നില്ല, ബിയും സോൾവ് ചെയ്യുന്നില്ല. റൈറ്റ്. സോ 1 മൈനസ് ഇതെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? എ ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ എ ഒരു വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എ ഏതെങ്കിലും ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത് എന്താണ്? നമ്മൾ എ എന്ന് പറഞ്ഞൊരു ഇവൻ്റാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എ സോൾവ് ചെയ്യില്ല അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? കോംപ്ലിമെൻ്റ് ഓപ്പറേഷൻ. ആൻഡ് ബി ഡസൻ സോൾവ്. അതുപോലെ ബി ഡസൻ സോൾവ് എന്ന് പറയുമ്പോൾ എന്താണ്? ബി കോംപ്ലിമെൻ്റ് ആണ് കാണിക്കേണ്ടത്. റൈറ്റ്. സോ എ ഡസൻ സോൾവ് ആൻഡ് ബി ഡസൻ സോൾവ്. ആൻഡ് ആണ് എന്ത് കൊടുക്കുക? ഇൻ്റർസെക്ഷൻ കൊടുക്കുക. സോ ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അഗൈൻ മൾട്ടിപ്ലിക്കേഷൻ റൂൾ വെച്ചിട്ട് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. 1 മൈനസ് എ കോംപ്ലിമെൻ്റ് എത്രയാണ്? എ എന്ന് സോൾവ് ചെയ്യുന്നത് എത്രയാണ്? എ സോൾവ് ചെയ്തത് 3/5 ആണ്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 3/5, ദാറ്റ് ഈസ് 2/5. അതുപോലെ ബി സോൾവ് ചെയ്യുന്നത് 1/3 ആണ്. അങ്ങനെ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/3, ദാറ്റ് ഈസ് 3 മൈനസ് 1, 2/3. റൈറ്റ്. സോ നമുക്ക് കിട്ടുന്നത് 2/5 ഇൻറ്റു ബി കോംപ്ലിമെൻ്റ് എത്ര? ബി കോംപ്ലിമെൻ്റ് 2/3, that is 1 minus 2 into 2 4, 4/15. So final answer നമുക്ക് 15 minus 4, that is 11/15 എന്ന് കൊടുക്കാം. ഓക്കെ.